എന്താണോ ഭാര്യരെ നന്നാവാത്തതെന്ന് ഗോപാലകൃഷ്ണൻ ചോദിച്ചപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞു, ഞാൻ നന്നായി, ഇനി നന്നാവാനുള്ളത് സുരേന്ദ്രനാണ്, പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് നന്നാക്കി നോക്കുന്നു. പാലക്കാട് സുരേഷ് ഗോപി ഒരൊറ്റ തവണയാണ് വന്നത്. സി കൃഷ്ണകുമാറിന് വേണ്ടി കൺവെൻഷനിൽ പങ്കെടുക്കാനായി ഒരു തവണ പാലക്കാട് സുരേഷ് ഗോപി എത്തി എന്നതൊഴിച്ചാൽ പിന്നീട് സുരേഷ് ഗോപിയെ ഇട്ടാവെട്ടത്ത് ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ശോഭയെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള വലിയ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ പല ഭാഗത്തു നിന്ന് വന്നപ്പോഴും സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അതിനെ മൈൻഡ് ചെയ്യാത്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ പാലക്കാട് സംഭവിച്ചത്, കണ്ടത് എന്നുള്ളതാണ്. മാത്രമല്ല, രാത്രികളിൽ സുരേന്ദ്രൻ്റെ പോസ്റ്ററുകൾ വലിച്ചു കീറി പല അണികളും തീയിട്ട് നശിപ്പിക്കുന്നു എന്നാണ് പാലക്കാട് നിന്ന് വരുന്ന വിവരങ്ങൾ. കേരളം സുരേന്ദ്രനെ കൈവിട്ടോ, ഒറ്റപ്പെടുത്തിയോ, എന്താണ്? പാലക്കാട് നിന്നും കേരളത്തിൽ നിന്നും സുരേന്ദ്രനെതിരെ ഉണ്ടാകുന്ന ഒരു കലാപത്തെ എങ്ങനെയാണ് കാണേണ്ടത്? കേരളം അല്ലെങ്കിലും കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷന് വലിയ വിലയൊന്നും കൊടുത്തിട്ടില്ല. കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിന് വ്യക്തിപരമായി കെ സുരേന്ദ്രനെ ഒരുപാട് ആളുകൾ ബഹുമാനിക്കുന്നുണ്ടാവും. ഞാനും ആ കൂട്ടത്തിൽ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ നേതാവ് എന്നുള്ള നിലയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കേരളമൊന്നും അദ്ദേഹത്തിന് വലിയ വില കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് സുരേഷ് ഗോപിയെ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വിളിപ്പിച്ചൊരു ചർച്ച നടത്തിയിരുന്നു. തന്നെ ശ്രദ്ധിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ചർച്ച ചെയ്തായിരുന്നു അല്ലേ അത്? അവിടെ നരേന്ദ്രമോദി വിളിച്ചു, അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ അവസരമില്ല എന്നൊക്കെ പറഞ്ഞ സമയത്താണ് അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു, സിനിമയിൽ അഭിനയിക്കാം. ഒപ്പം G7 ഉച്ചകോടിയുടെ ഈ പറയുന്ന എന്താണ് നമ്മുടെ ടൂറിസം മിനിസ്ട്രികളുടെ ഒരു ഉച്ചകോടിക്ക് ടൂറിസം വകുപ്പിലെ മന്ത്രിമാരുടെ ഉച്ചകോടിക്ക് നേതൃത്വം നൽകിയത് സുരേഷ് ഗോപിയായിരുന്നു. അവിടെ പോവുകയും അത് എന്താണ് ലോക ശ്രദ്ധ നേടുകയും ചെയ്തു. സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എല്ലാം വളരെ വലിയ നിലത്തിൽ അന്തർദേശീയ മാധ്യമങ്ങളിൽ, രാജ്യാന്തര മാധ്യമങ്ങളിലൊക്കെ വരികയും അത് വലിയ ശ്രദ്ധ നേടുകയും ചെയ്തു. ആ സമയത്ത് സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് സുരേഷ് ഗോപി ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തെ തൻ്റെ അഭിപ്രായമായി ശോഭ വന്നാൽ മാത്രമേ പാലക്കാട് വിജയിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ള അഭിപ്രായം അദ്ദേഹത്തെ അറിയിച്ചു എന്നുള്ളത് വാർത്തകളിൽ വന്ന കാര്യമാണ്. അതിനുശേഷം 3 പേരുടെ പേരുകൾ കേന്ദ്ര നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട് എന്നും അതിൽ ഉചിതമായ സ്ഥാനാർത്ഥി തന്നെ വരുമെന്നും പക്വതയുള്ള മത്സരത്തിന് അനുയോജ്യനായ സ്ഥാനാർത്ഥി തന്നെ പാലക്കാട് ഉണ്ടാകുമെന്നും സി കൃഷ്ണകുമാർ തുടർച്ചയായി പ്രതികരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആരായിരിക്കും വരിക എന്നുള്ളത്. അപ്പോൾ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വം ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കുന്നതൊന്നുമല്ല. അതായത് ഈ പറയുന്ന പോലെ കെ സുരേന്ദ്രൻ്റെ അഭിപ്രായം കൃത്യമായി കേന്ദ്ര നേതൃത്വം പരിഗണിക്കും. കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്നത് കേന്ദ്രം ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറാണ്. അവിടെ ഏത് സ്ഥാനാർത്ഥി വരണമെന്ന് കേന്ദ്രത്തിന് നിർദ്ദേശവും അഭിപ്രായവും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് കേന്ദ്രം ഈ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ കെ സുരേന്ദ്രൻ പറയുന്നതിനപ്പുറത്തേക്ക് പോകുന്ന ഒരാളല്ല, അദ്ദേഹത്തെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി കെ സുരേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് ഈ ശ്രീകൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കാൻ വേണ്ടി പ്രകാശ് ജാവ്ദേക്കർ തീരുമാനമെടുക്കുന്നു. കേന്ദ്ര നേതൃത്വം അത് അംഗീകരിച്ച് അവിടെ ആ ഒരു ഉത്തരവ് ഇറങ്ങുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ജയസാധ്യതയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരിഗണന അവർ കൊടുത്തിട്ടുണ്ടോ? സുരേഷ് ഗോപി വളരെ കൃത്യമായി ആ പാലക്കാട് അറിയുന്ന ആൾ, തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ആൾ, അവിടെ എങ്ങനെ ഒരു ഇലക്ഷൻ വർക്കിനെ നേരിടണമെന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു വ്യക്തി. ഈ സുരേഷ് ഗോപിക്ക് അണികളിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് മാത്രമല്ല, ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ നേതൃത്വവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സുരേഷ് ഗോപിയുടെ അടുപ്പം, ഇതൊക്കെ സുരേഷ് ഗോപിക്ക് കൃത്യമായ ഒരു വിശകലനം അല്ലെങ്കിൽ കൃത്യമായ ഒരു ആര് മത്സരിച്ചാൽ വിജയിക്കുമെന്നത് സുരേഷ് ഗോപിയുടെ മനസ്സിലേക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. സന്ദീപ് വാര്യർ ഇപ്പോഴും കോൺഗ്രസിൽ പോയിട്ടുണ്ടെങ്കിലും സന്ദീപ് വാര്യർ ഇപ്പോഴും സുരേഷ് ഗോപിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള സുരേഷ് ഗോപി അവിടെ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് വിജയിച്ചത്, അല്ലാതെ BJPയുടെ പങ്കല്ല, സംസ്ഥാന നേതൃത്വത്തിൻ്റെ പങ്കല്ല എന്ന് കഴിഞ്ഞ ദിവസവും ഇന്നലെ കൂടി അദ്ദേഹം പത്രമാധ്യമങ്ങളോട് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതായത് സുരേഷ് ഗോപിയോട് വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു സന്ദീപ് വാര്യർ. സുരേഷ് ഗോപിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വവും സുരേഷ് ഗോപിയും തമ്മിൽ ഇടഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെയാണ് അവരുടെ ഇടപെടലുകൾ. കാരണം ഈ പറയുന്ന സുരേഷ് ഗോപി ഒരു വേദിയിൽ വന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, സുരേന്ദ്രൻ വിശ്വസിക്കുന്നത് പോലെ ഞാൻ കാറിലല്ല ഈ പൂരനഗരിയിലേക്ക് പോയത് എന്ന് പരസ്യമായി പറയേണ്ട അവസ്ഥ. സുരേഷ് ഗോപി കാറിലല്ലേ പോയത് എന്ന് സുരേന്ദ്രൻ ചോദിക്കുന്ന അവസ്ഥ. ഇത് കേന്ദ്രമന്ത്രിയായപ്പോൾ ഒരു അധികാര സ്ഥാനം സുരേഷ് ഗോപിയിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു
ആശങ്ക ആർക്കുണ്ടായിരുന്നു? സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യം, സുരേഷ് ഗോപി എന്തെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ അഭിപ്രായമായി കാണേണ്ടതില്ല, പാർട്ടിയുടെ അഭിപ്രായം പറയാൻ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് എന്നാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത്. അതൊന്നും പരസ്യമായി പറയേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ കൃത്യമായി പാലക്കാട് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാത്തതിൻ്റെ പിന്നിൽ സുരേഷ് ഗോപിയുടെ അഭിപ്രായവും അണികളുടെ അഭിപ്രായവും സംസ്ഥാന നേതൃത്വത്തിലെ പല ആളുകളുടെ അഭിപ്രായവും മറികടന്നുകൊണ്ട് ഒരു കൃത്യമായ ഇടപെടലുകൾ അവിടെ നടന്നു. യഥാർത്ഥത്തിൽ പുറത്തു വന്നത് എന്താ? കെ സുരേന്ദ്രൻ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ അല്ല, സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കാനാണ് ഈ കെ സുരേന്ദ്രൻ അവിടെ കൊടുത്തത്. താൻ മത്സരിക്കുന്നില്ല എന്ന വളരെ ധീരമായ നിലപാട് കെ സുരേന്ദ്രൻ എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു കാര്യം കൂടെ അതിന്റെ കൂടെ പറഞ്ഞു പോകണം. ശോഭയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് വാദിച്ച ഒരാളാണ് കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തെ അത് പറഞ്ഞപ്പോൾ തന്നെ പിടിച്ച് മൂലയിലേക്ക് ഇരുത്തി. പിന്നെ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. മാത്രമല്ല പാലക്കാടൻ മനസ്സറിയുന്ന മറ്റൊരാൾ കൂടിയുണ്ട്, ശിവരാജൻ. അദ്ദേഹത്തെയും കണ്ടില്ലെന്ന് നടിച്ചു. അടിത്തറയല്ല മേൽക്കൂരയാണ് പ്രശ്നമെന്ന തിരിച്ചറിവിലേക്ക് ഇപ്പോ നേതാക്കൾ എത്തിയെന്നുള്ളതാണ്. പാലക്കാടൻ തോൽവിയിൽ സുരേന്ദ്രനിസം വളരെ എഫക്റ്റീവായി എന്നുള്ളത്, സുരേന്ദ്രനിസത്തിന്റെ ഇഫക്റ്റ് തന്നെയാണ് പാലക്കാട് തോൽവിയെ കാരണം എന്നുള്ളതും അണികൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമിത്ഷാ ഇതിന് തയ്യാറെടുക്കുന്നു, ഒരു തിരുത്തലിന് അമിത്ഷാ തയ്യാറെടുക്കുന്നു. വളരെ കൃത്യമാണ് കാര്യം. ഈ പറയുന്നത് പോലെ സുരേഷ് ഗോപിയുടെ വാക്കുകൾക്കും സംസ്ഥാന നേതൃത്വത്തിന്റെ വാക്കുകൾക്കും കുമ്മനം രാജശേഖരനെ പോലുള്ള ഒരു മുതിർന്ന RSS പ്രവർത്തകന്റെ വാക്കുകൾക്കും കേരളത്തിലെ RSS നേതൃത്വത്തിന്റെ വാക്കുകൾക്കും ചെവി കൊടുക്കാതെയാണ് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായതെന്നുള്ള കാര്യം സത്യം. രണ്ടാമത് ധന്യ പറഞ്ഞതുപോലെ ഈ നമ്മുടെ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരസഭയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യ ഭരണം പോലത്തുള്ള ഭരണം, അതായത് BJPയുടെ ഭരണത്തെ അല്ല ഞാൻ പറഞ്ഞത്, അവിടെ അവർ ആ ഭരണവുമായി ബന്ധപ്പെട്ട് എന്താണ് കൃഷ്ണകുമാറിനെ മുന്നിൽ നിർത്തി ഭാര്യ മിനി അവിടെ ഭരിക്കുന്നു എന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. സ്വന്തം അമ്മയെ അടിച്ചിറക്കിയ വ്യക്തി എന്നുള്ള പേരിലുള്ള കുപ്രസിദ്ധയായ ഒരു പേര് അവിടെ മിനിക്കുണ്ട്. ഞാൻ പറയുന്നതല്ല, എൻ്റെ ആരോപണമല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ആരോപണവുമില്ല. പക്ഷെ അത് വാർത്തയായി വന്നതും ഈ പറയുന്ന പോലെ ഈ പാലക്കാട് നഗരത്തിലുള്ള BJP അണികൾ തന്നെ സംസാരിക്കുന്നതുമായ കാര്യമാണ്. ഇവർ തമ്മിലുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ അവിടെ നാട്ടിൽ പാട്ടാണ്. ഈ പറയുന്ന ഒരു പലതരം പാൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങൾ, ഇതൊക്കെ പുറത്തു വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പം ഇത്തരത്തിലുള്ള പല ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ ഈ പറയുന്ന ആളെ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. പറഞ്ഞതുപോലെ ആ സംഘത്തിൻ്റെയൊക്കെ വാക്കുകൾ കേൾക്കാതെ അവിടെ പ്രവർത്തിച്ചിട്ടും സംഘം അവിടെ ഇറങ്ങി കൃത്യമായ വർക്കുകൾ ചെയ്തു സംഘം. പക്ഷേ BJPയുടെ പ്രവർത്തകർക്കും സംഘം പ്രവർത്തകർക്കും പോലും ദഹിക്കാത്ത നടപടിയെ അവർ കൃത്യമായി പണി കൊടുത്തു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇനി ഒരു അടുത്ത ഒരു പാലക്കാട് ഇലക്ഷൻ വരാൻ പോവുകയാണ്. ആ പാലക്കാട് ഇലക്ഷനിൽ ഈ പറയുന്ന പോലെ നഗരസഭയുടെ ഭരണം BJPക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു ഷോക്ക് അവിടെ ആവശ്യമാണ് എന്ന് BJPയുടെ പ്രവർത്തകർ തിരിച്ചറിയുകയും കൃത്യമായ രീതിയിൽ ഇവരുടെ അഹങ്കാരത്തിനും ഗ്രൂപ്പ് പോരിനും എതിരായിക്കൊണ്ട് കൃത്യമായ രീതിയിൽ എന്ത് കൊടുത്തു, ഒരു ഷോക്ക് BJP പ്രവർത്തകർ അവിടെ കൊടുത്തു. ഈ പറയുന്ന പോലെ സുരേഷ് ഗോപിയുടെ വിഷയം അവിടെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഈ ശിവരാജന്റെ വാക്കുകൾ, ശിവരാജൻ വളരെ കൃത്യമായി ആദ്യം തന്നെ പറയുകയുണ്ടായി, ശോഭാ സുരേന്ദ്രൻ ആണെങ്കിൽ ഇവിടെ വിജയ സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത്. ശിവരാജനെ പോലെ മുതിർന്ന പാലക്കാട് ഏറ്റവും മുതിർന്ന BJPയുടെ നേതാവ്, നാഷണൽ കൗൺസിൽ മെമ്പറായിട്ടുള്ള നേതാവ്, അങ്ങനെ ഒരു സീനിയർ ആയിട്ടുള്ള നേതാവ് പറയുമ്പോൾ അതുപോലും മുഖവിലക്കെടുക്കാൻ കഴിയുന്നില്ല എന്ന് ഇവിടുത്തെ കെ സുരേന്ദ്രൻ ഉൾപ്പെട്ട അവിടുത്തെ പക്ഷത്തിന് പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെ AN രാധാകൃഷ്ണൻ ചീള് കേസാണ് എന്ന് സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞ പ്രശ്നത്തിന് ഇവർക്ക് ഒക്കെ എന്താണ് ഗൗരവത്തിൽ പാർട്ടി വളരണമോ പാർട്ടി പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളണമോ എന്നൊന്നും മനസ്സിലാകാതെ പോയപ്പോൾ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഇവർ തന്നെ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. അതായത് വാർത്ത അച്ചടക്കത്തിന്റെ സീമയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ് BJP നേതാക്കളുടെ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനും PK കൃഷ്ണദാസും അമർഷം ഉള്ളിലൊതുക്കിയുള്ള ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെ ആളിക്കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. MD രമേശ് കുമ്മനവും ഇതിനെതിരെ കൃത്യമായ വിമർശനം നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇതിനെ പ്രതിരോധിക്കാൻ മുരളീധരന് പോലും സുരേന്ദ്രന്റെ ഒപ്പം നിൽക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം പാലക്കാട് തോൽവിയെ അങ്ങ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ജനങ്ങൾ. അവിടെ മുരളീധരനും പോയി സുരേന്ദ്രനും പോയി. മുരളീധരനെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല കേരളത്തിലെ സാഹചര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിരീക്ഷിക്കുന്നുണ്ട്. RSSനെ വിശ്വാസത്തിലെടുക്കുന്ന തിരുത്തൽ നടപടികൾ ഉണ്ടാകും. RSSൽ നിന്നും സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ സേവനവും ആവശ്യപ്പെടും. കേരളത്തിൽ BJPയുടെ വിജയങ്ങൾക്ക് RSS അനിവാര്യതയാണെന്ന് BJP ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
ധന്യ പറഞ്ഞതുപോലെ RSSന്റെ ഒരു ജനറൽ സെക്രട്ടറിയുടെ അഭാവം കേരളത്തിൽ കൃത്യമായുണ്ട്. RSS പതുക്കെ പിൻവാങ്ങിയല്ലോ. ഇവിടുത്തെ RSSന്റെ ജനറൽ സെക്രട്ടറി ചുമതലയുള്ള അദ്ദേഹം RSS തിരിച്ചു വിളിച്ചു, വേറൊരു ചുമതലയിലാണ് അദ്ദേഹം ഉള്ളത്. അത്തരത്തിൽ RSSന്റെ ഒരു എന്താണ് നേരിട്ടുള്ളൊരു ഇടപെടൽ ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതും വലിയ ഒരു പിഴവായിട്ട് നമ്മൾ കാണേണ്ട കാര്യം തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ഈ കൃഷ്ണദാസ് പക്ഷവും അതുപോലെ ഈ വി മുരളീധരന്റെ പക്ഷവും ഒക്കെ വളരെ എതിർപ്പറിയിക്കുന്നുണ്ട്. ഈ പക്ഷങ്ങളൊക്കെയാണ് BJP ഇല്ലാതാക്കിയത്. ഈ പറയുന്ന പോലെ കൃഷ്ണദാസ് പക്ഷമെന്നും സുരേന്ദ്രൻ പക്ഷമെന്നും മുരളീധര പക്ഷമെന്നും ഒക്കെ പറഞ്ഞ് പക്ഷങ്ങൾ ഉണ്ടാക്കി ആ പക്ഷത്തിന്റെ പുറത്ത് ഒരാൾ വരുമ്പോൾ മറ്റൊരാൾ മേധാവിയാകുന്നു, മറ്റൊരാൾ വരുമ്പോൾ മറ്റൊരാൾ മേധാവിയാകുന്നു എന്നുള്ള പറഞ്ഞ ഈ പക്ഷം തിരിഞ്ഞ ഗ്രൂപ്പ് പോർ അവസാനിപ്പിച്ച് കൃഷ്ണദാസ് അടക്കമുള്ള ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് നല്ല ആളുകളെ, ക്രെഡിബിലിറ്റിയുള്ള ആളുകളെ, യഥാർത്ഥത്തിൽ നയിക്കാൻ താല്പര്യമുള്ള, നയിക്കാൻ യോഗ്യതയുള്ള ആളുകളെ കൊണ്ടുവന്നാൽ മാത്രമേ BJP രക്ഷപ്പെടുകയുള്ളൂ. അതിന് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരുടെ, കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവരുടെ വാക്കുകൾക്ക്, ശിവരാജ് ഏട്ടനെ പോലുള്ള ആളുകളുടെ, അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കിയാൽ നല്ലത്.